Good morning. Cooperation പേപ്പർ 2ന്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സെക്ഷൻസും റൂളുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് റൂൾ 19 വോട്ടിംഗ് and section 20 votes of the members of a cooperative society and section 21 manner of exercising the vote in the affairs of a cooperative society. ഇനി അടുത്ത section 22 ആണ് പറയാൻ പോണത്. Restriction on holding shares in a cooperative society. The general rule on the holding of the shares of a cooperative society is that a member can hold 1/5 of the total number of shares issued by a cooperative society in order to prevent the monopoly right of a member in the affairs of the cooperative society. അതായത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ടോട്ടൽ ആയിട്ട് എത്ര ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ഷെയറിന്റെ ടോട്ടൽ ഷെയറിന്റെ 1/5 എക്സീഡ് ചെയ്യുന്ന ഷെയർസ് ഒരു കാരണവശാലും ഒരു മെമ്പർക്ക് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ മാക്സിമം അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈക്വൽ ടു 1/5 ഓഫ് ദി ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഇന്റൻഡഡ് ടു ബി റേസ്ഡ് ബൈ ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. മാക്സിമം എത്ര ഷെയർ ക്യാപിറ്റൽ ആണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി റേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന്റെ 1/5 തുല്യമാകുന്ന ഷെയർ ക്യാപിറ്റൽ മാത്രമേ ഒരു മെമ്പർക്ക് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ബട്ട് ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് ദി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ എക്സംപ്റ്റ് എനി സൊസൈറ്റി ഓർ എനി ക്ലാസ് ഓഫ് സൊസൈറ്റി ഫ്രം ദിസ് റെസ്ട്രിക്ഷൻ. ജനറൽ റൂളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഒരു മെമ്പർക്ക് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് 1/5 ടോട്ടൽ ഷെയർ ക്യാപിറ്റലിനേക്കാൾ കൂടുതലായിട്ട് ഒരു കാരണവശാലും പൊസസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ജനറൽ റൂളായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഏതെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ ഏതെങ്കിലും സമയത്ത് മാത്രമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ ഈ പറയുന്ന റെസ്ട്രിക്ഷനിൽ നിന്ന് ഒഴിവാക്കാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ട്. ആ സൊസൈറ്റിയുടെ നേച്ചർ ഓഫ് ദി ബിസിനസ്, അതിന്റെ ക്യാപിറ്റൽ റിക്വയർമെന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ഈ പറയുന്ന റെസ്ട്രിക്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു സൊസൈറ്റിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് ഓഫ് സൊസൈറ്റിയെയോ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണമെങ്കിൽ എക്സംപ്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അതാണ് സെക്ഷൻ 20. Then section 23 restriction on the transfer of the shares of a cooperative society. We have seen that a cooperative society is a voluntary association of members and any member can freely enter into the cooperative society as a member, and at any time he can go out of the cooperative society if he is not interested in the affairs of the cooperative society. But just like a company, the shares of a cooperative society is not freely transferable. It is transferable, but it is not freely transferable. കമ്പനിയിൽ ഒരു ഷെയർ വാങ്ങിയിട്ടുള്ള ഒരാൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കമ്പനിയുടെ അറിവോ സമ്മതമോ കൂടാതെ തന്നെ അയാളുടെ കൈവശിരിക്കുന്ന ഷെയറുകൾ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷെയറുകൾ ട്രാൻസ്ഫറബിൾ ആണ്, പക്ഷെ അത് ഫ്രീലി ട്രാൻസ്ഫറബിൾ അല്ല. അതുകൊണ്ടാണ് റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫറിംഗ് ദി ഷെയർസ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ റെസ്ട്രിക്ഷൻ പറയുന്നത് ഇതാണ്: a member will have to possess the shares at least for a period of 3 years, and only after obtaining the permission from the director board the share can be transferred, and there should be the provision in the bylaw of the cooperative society. അത് 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരാൾക്ക് അയാൾ വാങ്ങി വെച്ചിട്ടുള്ള ഷെയർസ് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്നാണോ അയാൾ ഷെയർ വാങ്ങിയിട്ടുള്ളത് എങ്കിൽ ആ ഡേറ്റ് മുതൽ 3
3 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനിടയിൽ ഒരു കാരണവശാലും ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി രണ്ടാമത് പറയുന്നത് 3 വർഷം കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അയാൾ ആ വിവരം ഇൻ റൈറ്റിംഗിൽ ഡയറക്ടർ ബോർഡിന് കൊടുക്കണം. ഡയറക്ടർ ബോർഡ് അപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് thirdly, there should be a clear provision in the bylaw for the transferring of the shares of a cooperative society. ഷെയർ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയുന്ന പ്രൊവിഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഷെയർ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ സെക്ഷൻ 22 പറയുന്നത് ഒരാൾ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ 3 വർഷം അയാൾ അത് നിർബന്ധമായിട്ടും പ്രോസസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമത് ഡയറക്ടർ ബോർഡിന്റെ പെർമിഷൻ ഉണ്ടായിരിക്കണം. മൂന്നാമത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സൂക്ഷിക്കുന്ന ബൈലോയില് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 22 അനുസരിച്ച് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി സെക്ഷൻ 24 വിഡ്രോവൽ ഓഫ് ദി ഷെയർസ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പൊ നമ്മള് 23 ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് പറഞ്ഞതുപോലെ തന്നെയാണ് 24 പറയുന്ന സെയിം കണ്ടീഷൻ. ടു വിഡ്രോ ദി ഷെയർസ് ഫ്രം എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എ പേഴ്സൺ വിൽ ഹാവ് ടു പൊസസ് ദ ഷെയർസ് അറ്റ്ലീസ്റ്റ് ഫോർ എ പീരിയഡ് ഓഫ് 3 years ഫ്രം ദി ഡേറ്റ് ഓഫ് പർച്ചേസ് ആൻഡ് വിൽ ഹാവ് ടു ഒബ്റ്റെയിൻ പെർമിഷൻ ഫ്രം ദ ഡയറക്ടർ ബോർഡ് ആൻഡ് ദർ ഷുഡ് ബി എ പ്രൊവിഷൻ ഇൻ ദ ബൈലോ ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. 23 and 24 എന്ന് പറയുന്നത് സെയിം പ്രൊവിഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. 3 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഷെയർ വാങ്ങിയിട്ട് 3 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡയറക്ടർ ബോർഡിന്റെ പെർമിഷൻ ഉണ്ടാവണം. പിന്നെ അതുപോലെ കൺസേൺഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയിൽ ട്രാൻസ്ഫർ സംബന്ധിച്ച് അല്ലെങ്കിൽ വിഡ്രോവൽ സംബന്ധിച്ചുള്ള ക്ലിയർ പ്രൊവിഷൻസ് നിർബന്ധമായിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്ത പറയുന്ന സെക്ഷൻ 25 ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ ദി ഡെത്ത് ഓഫ് എ മെമ്പർ. Unexpectedly, any member is causing with death the shares, the interest standing to the credit of that particular member of a cooperative society is to be transferred to the nominee or to the legal representative of the deceased person. പ്രൊവിഷൻ പറയുന്നത് അതാണ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമ്മൾ മെമ്പർ ആകുന്ന സമയത്ത് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് മരണം സംഭവിച്ചാൽ, അതല്ലെങ്കിൽ നമ്മൾ അൺസൗണ്ട് മൈൻഡഡ് ആയാൽ, അതല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഈ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെമ്പർഷിപ്പിലെ റൈറ്റ് ഒന്നും പ്രൊസീഡ് ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മളുടെ പേരിലുള്ള ഷെയർ അല്ലെങ്കിൽ നമുക്ക് അതിന് ഡ്യൂ ആയിട്ടുള്ള ഡിവിഡൻഡ് അല്ലെങ്കിൽ നമുക്ക് കിട്ടാനായിട്ട് അർഹതപ്പെട്ടിട്ടുള്ള ഇൻട്രസ്റ്റ് ആരുടെ പേരിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് എഴുതി കൊടുക്കാം. അതിനുള്ള പ്രൊവിഷൻ അടുത്ത് പറയാൻ പോകുന്നുണ്ട്. റൂൾ 23 നോമിനേഷൻ ഓഫ് ഹെയർ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ട്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ എനിക്ക് മരണം സംഭവിച്ചാൽ എന്റെ പേരിലുള്ള ഷെയർ ക്യാപിറ്റൽ, എനിക്ക് ഡ്യൂ ആയിട്ടുള്ള ഇൻട്രസ്റ്റ്, അതേപോലെ എനിക്ക് ഡ്യൂ ആയിട്ടുള്ള ഡിവിഡൻഡ് എന്റെ ആരിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടുന്നത് എന്ന് എനിക്ക് മുൻകൂറായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എഴുതി കൊടുക്കാം. ഇറ്റ് ഈസ് കോൾഡ് ദ നോമിനേഷൻ ഓഫ് ഹെയർ അക്കോർഡിംഗ് ടു റൂൾ 23 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഇനി ചില ആൾക്കാര് ഈ നോമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് എഴുതി കൊടുത്തിട്ടില്ലാത്തൊരവസ്ഥയിലാണ് ഒരു മെമ്പർക്ക് അപ്രതീക്ഷിതമായിട്ട് മരണം സംഭവിക്കുന്നത് എങ്കിൽ അയാളുടെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആരാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അയാളുടെ പേരിലേക്ക് ആയിരിക്കണം ഷെയർ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആരാണ് അയാളുടെ നിയമപരമായിട്ടുള്ള പ്രതിനിധി എന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ അവരുടെ പേരിലേക്ക് ആയിരിക്കണം ഈ പറയുന്ന ഷെയർ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് തുടങ്ങിയിട്ട് മരിച്ചു പോയിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെ റൈറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലുണ്ടോ അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടുന്നത്. ഇനി 2, 3, 4 ആൾക്കാർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരുടെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ഒബ്റ്റെയിനിങ് പെർമിഷൻ ഫ്രം ദി അതർ പേഴ്സൺസ് ഇറ്റ് ഈസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു എനി വൺ പേഴ്സൺ. 5 ആൾക്കാരുണ്ടെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അയാളുടെ ഷെയർ ക്യാപിറ്റലൊക്കെ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 5 ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ എല്ലാവരിൽ നിന്നും കൂടി ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങും. ഇന്ന ആളുടെ പേരിലേക്കാണ്
ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ടുന്നത്, അത് ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം ആരുടെ പേരിലേക്കാണ് അവരെല്ലാരും കൂടെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത് എങ്കിൽ അവരുടെ പേരിലേക്ക് ഈ പറയുന്ന ഷെയർ ക്യാപിറ്റൽ ബാക്കി അയാൾക്ക് കൊടുക്കാനായിട്ട് ഡ്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ചിലപ്പോ ചില കേസുകളിൽ ഒന്നിൽ കൂടുതൽ ആർഗ്യുമെന്റ്സ് വരാം. ആദ്യം ഒരു ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തു, അവരുടെ പേരിലേക്ക് ഈ പറയുന്ന ഷെയറൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അയാളല്ല ഞാനാണ് അവകാശി എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്തു എന്ന് വരും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ടു ഗിവ് share capital and interest again to any other person who is providing the legal heirship certificate. Once the claim is settled, it is settled forever. ഒരാള് മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളുടെ പേരിലുള്ള ഷെയർ ക്യാപിറ്റൽ ഒരാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞതിന് ശേഷം വേറൊരാള് അയാൾ മരിച്ചു പോയിട്ടുള്ള ആളുടെ അവകാശിയാണ് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്ന എല്ലാ ആൾക്കാർക്കും ഈ പറയുന്ന ഷെയർ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യാനൊന്നുള്ള റെസ്പോൺസിബിലിറ്റി കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇല്ല. ഒരു ക്ലെയിം ഒരു തവണ സെറ്റിൽ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെറ്റിൽഡ് ഫോർ എവർ. പിന്നെ അത് സംബന്ധിച്ച് വേറെ എന്തെങ്കിലും കേസുകളോ തർക്കങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അവര് കോടതി വഴി അത് സെറ്റിൽമെന്റ് നടത്തുക എന്നുള്ളതല്ലാതെ എല്ലാ ആൾക്കാർക്കും വീണ്ടും സെറ്റിൽമെന്റ് നടത്താനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കില്ല. അതാണ് അടുത്ത പ്രൊവിഷൻ പറയുന്നത്. അപ്പൊ ഒരാള് അപ്രതീക്ഷിതമായിട്ട് മരിച്ചു പോയി കഴിഞ്ഞാല് അയാളുടെ പേരിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ളത് എന്താണോ അത് അയാളുടെ നിയമപരമായിട്ടുള്ള പ്രതിനിധിക്കോ അതല്ലെങ്കിൽ അയാളുടെ നോമിനി എന്ന് പറഞ്ഞിട്ട് ആരുടെ പേരാണോ കൊടുത്തിട്ടുള്ളത് എങ്കിൽ അവരിലേക്കോ ആയിരിക്കണം ട്രാൻസ്ഫർ ചെയ്യേണ്ടുന്നത്. അത് സംബന്ധിച്ച് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ തർക്കങ്ങൾ തീർക്കേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി കോടതിക്കാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി കൺസേൺഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. തർക്കം വന്നു കഴിഞ്ഞാൽ തർക്കം തീർന്നതിന് ശേഷം കോടതി ആരുടെ പേരിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത് എങ്കിൽ അവരുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഏതെങ്കിലും ഒരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വില്ലിംഗ്നെസ് കാണിച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാർ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ആളുടെ പേരിലേക്ക് ഈ പറയുന്ന ഷെയർ ക്യാപിറ്റലിലെ ഇൻട്രസ്റ്റ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാം. ഒരു സെറ്റിൽമെന്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം വീണ്ടും മറ്റൊരു സെറ്റിൽമെന്റ് സംബന്ധിച്ചൊരു കേസ് വന്നാല് അതൊരു കാരണവശാൽ എന്റർടൈൻ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കില്ല. അത് സെറ്റിൽമെന്റ് നടത്തേണ്ടുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കോമ്പീറ്റന്റ് കോർട്ടിനാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 25 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ ദി ഡെത്ത് ഓഫ് എ മെമ്പർ. ഇനി അടുത്ത റൂളാണ് പറയുന്നത്. നെക്സ്റ്റ് റൂൾ ഈസ് വാല്യുവേഷൻ ഓഫ് ദി ഷെയർസ് ഓൺ ദി ഡെത്ത് ഓഫ് എ മെമ്പർ. ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാല് അയാളുടെ ഷെയർ ക്യാപിറ്റല് അയാളുടെ നോമിനിക്ക് അല്ലെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവിനോ കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അത് എത്രയാണ് കൊടുക്കേണ്ടുന്നത് എന്നതിനെ സംബന്ധിക്കുന്ന പ്രൊവിഷനാണ് അടുത്ത പ്രൊവിഷനായിട്ട് നമ്മൾ പറയുന്നത്. റൂൾ 21 വാല്യുവേഷൻ ഓഫ് ഷെയർസ് ഓൺ ദി ഡെത്ത് ഓഫ് എ മെമ്പർ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. That is, in case of an unlimited liability society, there arises no valuation regarding the shares on the death of a particular member of a cooperative society. What he is actually remitted as share capital, it is to be returned to the nominee or to the legal representative of the deceased person. Unlimited liability societies in the case valuation എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ യാതൊരു കാരണവശാലും അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് ഇല്ല. കാരണം അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസിനെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ടു പോയിട്ടുള്ള ഒരാൾ മരിക്കുന്ന സമയത്ത് എത്ര ഷെയർ ക്യാപിറ്റലാണോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അടച്ചിട്ടുള്ളത് അത്രയും തുക മാത്രമേ റീഫണ്ട് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിരിക്കുള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ ഒരു പൈസയും മരിച്ചു പോയിട്ടുള്ള ആൾക്ക് ഷെയർ ക്യാപിറ്റലായിട്ട് റിട്ടേൺ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കമ്മിറ്റിക്ക് ഇല്ല. ഇനി ഇൻട്രസ്റ്റ് സംബന്ധിച്ച് എന്തെങ്കിലും പ്രൊവിഷൻ ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടച്ചിട്ടുള്ള ഷെയർ ക്യാപിറ്റലിന് ഡ്യൂ ആകുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേണമെങ്കിൽ ഈ കൺസേൺഡ് മെമ്പറുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സിനോ അല്ലെങ്കിൽ നോമിനിക്കോ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷെ ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസിലാണെങ്കിൽ
the amount to be returned as share capital is to be decided on the basis of the financial position of the society as shown in the last audited balance sheet of the cooperative society. Limited liability societiesല് ഒരു മെമ്പർ മരിച്ചു പോയി കഴിഞ്ഞാല് അയാള് മെമ്പറായിട്ട് ചേരുന്ന സമയത്ത് അയാൾ കൊടുത്തിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ അല്ല റിട്ടേൺ ചെയ്യേണ്ടുന്നത്. കാരണം ഇപ്പൊ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി 10-30 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്ന സമയത്ത് അയാൾ 1000 രൂപയോ 2000 രൂപയോ ഷെയർ ക്യാപിറ്റലായിട്ട് കൊടുത്തിട്ടുണ്ടോ. പക്ഷെ 10-25 വർഷം കൊണ്ട് ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ടോ. അപ്പൊ അത്രയൊക്കെ പുരോഗതി ഉണ്ടാവാൻ അയാളും കൂടി കാരണക്കാരനായിട്ടും അയാൾക്ക് പിന്നെ തിരിച്ചു കൊടുക്കുന്നത് അയാൾ അന്ന് ഷെയർ ക്യാപിറ്റലായിട്ട് കൊടുത്തിട്ടുള്ള 2000 രൂപ പോരാ. ലാസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റില് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ടായിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷന്റെ അടിസ്ഥാനത്തിലാണ് എത്ര ഷെയർ ക്യാപിറ്റലാണ് അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ ഈ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു കാരണവശാലും സൊസൈറ്റി ആക്ച്വലായിട്ട് എത്ര ഷെയർ ക്യാപിറ്റൽ റിസീവ് ചെയ്തിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതലാവാനായിട്ട് പാടില്ല. 2 പ്രൊവിഷനാണ് പറഞ്ഞിട്ടുള്ളത്. ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസില് ഒരു മെമ്പർ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കേണ്ടുന്ന ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിസൈഡ് ചെയ്യുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലാസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. പക്ഷെ ആ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു കാരണവശാലും കോഓപ്പറേറ്റീവ് സൊസൈറ്റി മൊത്തം എത്ര ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്തിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ ആവാനായിട്ട് പാടില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ബോർഡിന് ഡിസൈഡ് ചെയ്യുക അയാള് എത്രമാത്രം ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഗ്രോത്തിന് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അയാളുടെ സർവീസ് എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാൾക്ക് എത്ര ഷെയർ ക്യാപിറ്റൽ റിട്ടേൺ ചെയ്യണം എന്നുള്ളത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡിന് ഡിസൈഡ് ചെയ്യാം. അതാണ് അടുത്ത പ്രൊവിഷൻ പറഞ്ഞത്. റൂൾ 21 വാല്യുവേഷൻ ഓഫ് ദി ഷെയർസ് ഓൺ ദി ഡെത്ത് ഓഫ് ദി മെമ്പർ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്തത് റൂൾ 22 ഷെയർസ് നോട്ട് ടു ബി ഹൈപ്പോത്തിക്കേറ്റഡ് as a security. The share certificate issued by a cooperative society cannot be used for availing the loan from the same cooperative society or from any other cooperative societies. LIC policy അല്ലെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഷെയർ സർട്ടിഫിക്കറ്റ് തുടങ്ങിയിട്ടുള്ളതൊക്കെ നമുക്ക് ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കാം. പക്ഷെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അതേ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്നോ ലോൺ എടുക്കുന്നതിന് ഒരു കാരണവശാലും സെക്യൂരിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് ഈ റൂൾ 22 പറഞ്ഞിരിക്കുന്നത്. ഷെയർസ് നോട്ട് ടു ബി ഹൈപ്പോത്തിക്കേറ്റഡ് ആസ് എ security for availing the loan from the same cooperative society or from any other cooperative society. The share certificate cannot be used. Share certificate എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞു ഒരു മെമ്പർ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ ആണ് എന്നുള്ളതിന്റെ പ്രൂഫായിട്ട് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ആ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും അതേ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്നോ ലോൺ എടുക്കുന്നതിനുള്ള ഒരു സെക്യൂരിറ്റി ആയിട്ട് ഒരു കാരണവശാലും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊവിഷൻ റൂൾ 23 നോമിനേഷൻ ഓഫ് ദി ഹെയർ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. On the death of a particular person to whom the amount standing to the credit of that deceased person is to be transferred is to be decided in writing, which is called the nomination of the heir. ഞാനൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ എനിക്ക് അപ്രതീക്ഷിതമായിട്ട് മരണം സംഭവിച്ചാൽ എന്റെ പേരിലുള്ള ഷെയർ ക്യാപിറ്റൽ ആരുടെ പേരിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടുന്നത് എന്ന് എനിക്ക് ഇൻ റൈറ്റിംഗിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എഴുതി കൊടുക്കാം. അത് 2 ആൾക്കാർ വിറ്റ്നസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് നോമിനേഷൻ ഓഫ് ഹെയർ എന്ന് പറയുന്നത്. ഇനി അത് ഒരിക്കലും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് ശാശ്വതമൊന്നും അല്ല. എപ്പോ വേണമെങ്കിലും നമുക്കത് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ കല്യാണം കഴിയുന്നതിന് മുമ്പ് അച്ഛന്റെ അമ്മയുടെ പേര് എഴുതി കൊടുത്തു, അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ ഭർത്താവിന്റെ പേരാക്കാം, പിന്നെ അല്ലെങ്കിൽ ഭാര്യയുടെ പേരാക്കാം. അതല്ല കുറച്ചേക്ക് കുട്ടികളായി കഴിഞ്ഞാല് കുട്ടികളുടെ പേര് വേണമെങ്കിലും മാറ്റാം. എത്ര സമയം എത്ര പ്രാവശ്യമാണെങ്കിലും നമുക്ക് ഈ നോമിനേഷൻ എന്ന് പറയുന്നത് മാറ്റി എഴുതി കൊടുക്കാം. പക്ഷെ മരിക്കുന്ന സമയത്ത് ആരുടെ പേരിലാണോ അത് നിലനിൽക്കുന്നത് അവർക്കായിരിക്കും കോഓപ്പറേറ്റീവ്
സൊസൈറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഒക്കെ റീഫണ്ട് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആകുന്നത്. അപ്പൊ ഒരാൾ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് അയാൾക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എക്സസൈസ് ചെയ്യാവുന്ന ഒരു പവറാണ് നോമിനേഷൻ ഓഫ് ഹെയർ എന്ന് പറയുന്നത്. അയാളുടെ മരണശേഷം അയാളുടെ പേരിലുള്ള ഷെയർ ക്യാപിറ്റല്, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആരുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണോ ഉദ്ദേശിക്കുന്നത് അവരുടെ പേര് ഇൻ റൈറ്റിംഗിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എഴുതി കൊടുക്കാനുള്ള ഒരാളുടെ റൈറ്റ് എന്ന് പറയുന്നതാണ് നോമിനേഷൻ ഓഫ് ഹെയർ അക്കോർഡിംഗ് ടു റൂൾ 23 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് മാറ്റി എഴുതാം. രണ്ടാൾക്കാർ വിറ്റ്നസ് ചെയ്തിട്ടാണ് ഇത് എഴുതി കൊടുക്കുന്നത്. അയാൾ മരിക്കുന്ന സമയത്ത് ആരുടെ പേരാണ് നോമിനേഷൻ രജിസ്റ്ററിൽ കാണുന്നത് എങ്കിൽ അവർക്കായിരിക്കും ഈ പറയുന്ന ഷെയർ ക്യാപിറ്റൽ ക്ലെയിം ചെയ്യാനായിട്ട് അവകാശമുള്ളത്. റൂൾ 23. The next rule 24, right to obtain the documents from the registrar's office. After publication, certain documents prepared by a cooperative society is considered as public documents, and any person who is in need of that particular documents, they will be provided with an application in writing to the registrar of cooperative society, and by providing the nominal fee as prescribed in the Cooperative Societies Act, any person can avail such public documents as certified by the registrar of cooperative societies. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പറിൽ പരസ്യം ചെയ്തു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജനറൽ ബോഡി മീറ്റിംഗിൽ അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അത് ഓഡിറ്റ് ചെയ്തു കഴിഞ്ഞാൽ thereafter it is called a public document. അങ്ങനെ പബ്ലിക് ഡോക്യുമെന്റ് എന്ന് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ വിശേഷിപ്പിക്കുന്ന ഏത് ഡോക്യുമെന്റ്സിന്റെ കോപ്പി വേണമെങ്കിലും ഒരാൾക്ക് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിശ്ചിത ഫീസിന്റെ അടിസ്ഥാനത്തിൽ അവയിൽ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതേപോലെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അതിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി എന്നൊക്കെ പറയുന്നത് സർട്ടിഫൈഡ് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ പബ്ലിക് ഡോക്യുമെന്റ്സ്. അങ്ങനെ പബ്ലിക് ഡോക്യുമെന്റ്സ് ആയിട്ട് കണക്കാക്കുന്ന ഏതെങ്കിലും ഡോക്യുമെന്റ് ഏതെങ്കിലും ആൾക്ക് വെരിഫിക്കേഷന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടോ ആവശ്യമുണ്ടെങ്കിൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസിൽ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രാറിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണ് ഈ പറയുന്നത് റൂൾ 24. But before providing the certificate or before providing the public documents, the registrar will have to make sure that it is not utilized for illegal purposes, and he will have to satisfy the terms and conditions of providing that particular public documents. വെറുതെ ആരെങ്കിലും ചെന്നിട്ട് ഫീസ് കൊടുത്തിട്ട് ഇന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇന്ന ഡോക്യുമെന്റ് വേണമെന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അത് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനല്ല. ചില പ്രത്യേക പർപ്പസുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അഗൻസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ആക്ഷൻസ് അണ്ടർടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും തന്നെ ഈ ഡോക്യുമെന്റ്സ് കൊടുക്കാനായിട്ട് പാടില്ല. അതേസമയത്ത് സതുദ്ദേശപരമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പബ്ലിക് ഡോക്യുമെന്റ്സിന്റെ കോപ്പി ആവശ്യപ്പെടുന്നത് എങ്കിൽ അവർ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ അത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കണം. അതിന്റെ ജെനുയിൻനെസ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പറയുന്ന ഡോക്യുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള വിരോധവും കാണിക്കാനായിട്ട് സാധിക്കില്ല. അതാണ് റൂൾ 24 നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് റൂൾ 25, മെമ്പേഴ്സ് റൈറ്റ് ടു ഇൻസ്പെക്ട് ദി അക്കൗണ്ട്സ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. മെമ്പേഴ്സിന്റെ അസോസിയേഷൻ ആണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ദാറ്റ് ഈസ് വൈ എനി മെമ്പർ ഹു ഈസ് സസ്പീഷ്യസ് regarding the functioning of a cooperative society, or he wants to make sure the cooperative society is transparent in working, he can check any books of accounts maintained by a cooperative society by providing an application in writing and providing the nominal fee as prescribed in the Cooperative Societies Act. ഇപ്പൊ ഒരാളൊരു സംഘത്തിന്റെ മെമ്പർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എല്ലാ മെമ്പർമാരും കൂടിയിട്ടല്ല ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡേ ടു ഡേ അഫയേഴ്സ് നടത്തിക്കൊണ്ടു പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റിയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ദൈനംദിന കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത്.
ചെയ്യുന്നത്. ജനറൽ ബോഡി മീറ്റിംഗ് കൂടുന്ന സമയത്ത് അത് റാറ്റിഫൈ ചെയ്യും. അടുത്ത വർഷത്തെ പ്രവർത്തനത്തിന് ആവശ്യം വരുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. പക്ഷെ പലപ്പോഴും ആ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രകാരമാണോ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു സംശയം ന്യായമായിട്ടും മെമ്പർമാർക്ക് ഉണ്ടാവാം. അങ്ങനെ ഏതെങ്കിലും മെമ്പർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ അയാൾ മുൻകൂറായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇന്ന ഡേറ്റിന് ഇന്ന സമയത്ത് ഞാൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഇന്ന അക്കൗണ്ടുകൾ പരിശോധിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഒരു മുൻകൂറായിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം. ആ ആപ്ലിക്കേഷന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഏത് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് വേണമെങ്കിലും വെരിഫൈ ചെയ്യാം. കാരണം മെമ്പർ എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓണറാണ്. ഇനി അതിനൊരു നിശ്ചിത ഫീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. ₹25 ഫോർ 1 കോഓപ്പറേറ്റീവ് ഇയർ. ഒരു സഹകരണ വർഷം എന്ന് പറയുന്നത് സാമ്പത്തിക വർഷം തന്നെയാണ്. അതിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് നമ്മൾ ഏപ്രിൽ 1 മുതൽ തുടങ്ങുന്നതും മാർച്ച് 31 അവസാനിക്കുന്നതുമായിട്ടുള്ള 12 മാസത്തെ കണക്കാണ്. പക്ഷേ കോഓപ്പറേറ്റീവ് ഇയർ എന്ന് പറയുമ്പോൾ ജൂലൈ 1 ആരംഭിക്കുന്നതും അടുത്ത വർഷത്തെ ജൂൺ 30 അവസാനിക്കുന്നതുമായിട്ടുള്ള 12 വർഷത്തെ ടൈം പീരിയഡോ 12 മാസത്തെ ടൈം പീരിയഡോ അതല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ സെലക്ട് ചെയ്യുന്ന ഏത് 12 മാസത്തെ ടൈം പീരിയഡാണ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അംഗീകരിച്ചിട്ടുള്ളത് എങ്കിൽ ആ 12 മാസത്തെ ടൈം പീരിയഡിനെയാണ് നമ്മൾ സഹകരണ വർഷം അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ഇയർ എന്ന് പറയുന്നത്. ഇപ്പൊ മിക്കവാറും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ സാമ്പത്തിക വർഷം തന്നെയാണ് സഹകരണ വർഷമായിട്ട് കണക്കാക്കുന്നത്. ഏപ്രിൽ 1 ആരംഭിക്കുന്നതും മാർച്ച് 31 അവസാനിക്കുന്നതുമായിട്ടുള്ള 12 മാസത്തെ ടൈം പീരിയഡാണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് മിക്കവാറും കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ കോഓപ്പറേറ്റീവ് ഇയർ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു കോഓപ്പറേറ്റീവ് ഇയറില് കണക്കുകളാണ് ഒരാൾക്ക് പരിശോധിക്കേണ്ടതെന്ന് എങ്കിൽ അയാൾ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിന്റെ കൂട്ടത്തില് ₹25 കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസിൽ അടച്ചിട്ടുണ്ടായിരിക്കണം. ആൻഡ് ₹15 ഫോർ അഡീഷണൽ ഇയേഴ്സ്. ഈ ഒരു കൊല്ലത്തെ എല്ലാത്തിൽ കൂടുതൽ വർഷങ്ങളില് കണക്കുകൾ പരിശോധിക്കണമെങ്കിൽ എത്ര വർഷമാണ് അയാൾ അഡീഷണൽ ആയിട്ട് പരിശോധിക്കുന്നത് എങ്കിൽ അതിന് ₹15 വീതം എക്സസ് ആയിട്ട് അടച്ചിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദ എമൗണ്ട് ഷാൾ നോട്ട് എക്സീഡ് ₹100 അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഇനി അയാൾ എത്ര വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാലും അതിന് ഒരാളിൽ നിന്ന് ഒരു സമയത്ത് വാങ്ങിക്കുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ₹100 കൂടാനായിട്ട് പാടില്ല. അതാണ് അടുത്ത പ്രൊവിഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ ആയിട്ടുള്ള ഒരാൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കണക്കുകൾ പരിശോധിക്കാനായിട്ട് അവകാശമുണ്ട്. ഏത് വർഷത്തെ ഏത് കണക്കുകൾ ഏത് ദിവസമാണ് അയാൾ പരിശോധിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് സംബന്ധിക്കുന്നതായിട്ടുള്ള ആപ്ലിക്കേഷനും ഒരു വർഷത്തെ കണക്കാണ് പരിശോധിക്കുന്നത് എങ്കിൽ ₹25, കൂടുതൽ വർഷങ്ങളിലുണ്ടെങ്കിൽ ഓരോ കൂടുതലുള്ള വർഷത്തിന് ₹15 വീതം കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസിൽ ഇൻസ്പെക്ഷൻ ഫീസ് ആയിട്ട് അടച്ചിട്ടുണ്ടായിരിക്കണം. ഒരു കാരണവശാലും ഒരു മെമ്പറിൽ നിന്ന് ഒരു സമയത്ത് ₹100 കൂടുതൽ ഈടാക്കാനായിട്ട് പാടില്ല. അതാണ് റൂൾ 25 പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി നെക്സ്റ്റ് റൂൾ 26 പ്രൊഹിബിഷൻ ഓഫ് അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ ദി ഈവ് ഓഫ് ദി ജനറൽ ബോഡി മീറ്റിംഗ്. ഈവ് ഓഫ് ദി ജനറൽ ബോഡി മീറ്റിംഗ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡി മീറ്റിംഗ് കൂടാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം വന്നതിന് 60 ദിവസം തൊട്ട് മുമ്പ് വരേക്ക് യാതൊരാളെയും ഒരു കാരണവശാലും മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്യുകയോ അങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ആ പറയുന്ന ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ടോ സാധിക്കില്ല. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് മാർച്ച് 31 ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡി മീറ്റിംഗ് കൂടാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ അത് 2 മാസം മുമ്പ് കൂടുന്ന ഡയറക്ടർ ബോർഡ് മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം. ജനുവരി 1 എങ്കിലും കൂടുന്ന ഡയറക്ടർ ബോർഡ് മീറ്റിംഗിലാണ് മാർച്ച് 31 ഡയറക്ടർ ബോർഡ് ജനറൽ ബോഡി മീറ്റിംഗ് കൂടാന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം ജനറൽ ബോഡി മീറ്റിംഗ് കഴിയുന്നത് വരെ മാർച്ച് 31 ജനറൽ ബോഡി മീറ്റിംഗ് കൂടാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ ജനുവരി 30 വരെ ആളുകളെ വേണമെങ്കിൽ ചേർക്കാം. ഫെബ്രുവരിയിലോ മാർച്ചിലോ ഒരു കാരണവശാലും മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യാനായിട്ടോ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സിന് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടോ വിഡ്രോ ചെയ്യാനായിട്ടോ സാധിക്കും.
സാധിക്കില്ല. അപ്പൊ എന്നാണ് ജനറൽ ബോഡി മീറ്റിംഗ് കൂടാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ ആ തീരുമാനിച്ചിട്ടുള്ള ഡേറ്റിന് തൊട്ട് മുമ്പുള്ള 60 ദിവസത്തിനുള്ളിൽ ഒരാളെയും ഒരു കാരണവശാലും മെമ്പറായിട്ട് ചേർക്കാനോ ചേർത്തിട്ടുള്ള മെമ്പേഴ്സിന് ഷെയർ വിഡ്രോ ചെയ്യാനോ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനോ സാധിക്കില്ല. അത് ഇൻവാലിഡ് ആണ് അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അതാണ് ഈവ് ഓഫ് ദി ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ക്രിസ്മസ് ഈവ് എന്ന് പറയും. ക്രിസ്മസിന്റെ തൊട്ട് മുമ്പുള്ള ദിവസത്തിനാണ് ക്രിസ്മസ് ഈവ് എന്ന് പറയുന്നത്. അതേപോലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു ജനറൽ ബോഡി മീറ്റിംഗ് കൂടാനായിട്ട് തീരുമാനിക്കുന്നത് ഏത് ഡേറ്റിനാണോ അതിന് തൊട്ട് മുമ്പുള്ള 60 ദിവസം മുമ്പ് വരേക്ക് മാത്രമേ മെമ്പേഴ്സിനെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ചേർക്കാനോ ചേർത്തിട്ടുള്ള മെമ്പേഴ്സിന് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനോ ഷെയർ വിഡ്രോ ചെയ്യാനായിട്ടോ സാധിക്കുള്ളൂ. 60 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന യാതൊരു വിധത്തിലുള്ള പ്രോസസ്സിനും വാലിഡിറ്റി ഉണ്ടായിരിക്കില്ല. ഇനി ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞാൽ ഷെയർ വേണമെങ്കിൽ അലോട്ട് ചെയ്യാം, ഷെയർ വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, വിഡ്രോ ചെയ്യാം, ഈ പറയുന്ന എല്ലാ പ്രോസസ്സും ചെയ്യാം. പക്ഷെ ജനറൽ ബോഡി മീറ്റിംഗ് കൂടാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്നാണോ ജനറൽ ബോഡി മീറ്റിംഗ് കൂടാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ആ ഡേറ്റിന് തൊട്ട് മുമ്പുള്ള 60 ദിവസങ്ങളിൽ ഈ പറയുന്ന യാതൊരു വിധത്തിലുള്ള പ്രോസസ്സ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർടേക്ക് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡറിംഗ് ആസ് ഇൻവാലിഡ് അക്കോർഡിംഗ് ടു റൂൾ 26 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. Next, section 26, liability of a past member or estate of the deceased member. Past member and estate of the deceased member. ഇതാണ് രണ്ട് പ്രൊവിഷൻ പറയുന്നത്. ലയബിലിറ്റി ഓഫ് ദി പാസ്റ്റ് മെമ്പർ ഓർ എസ്റ്റേറ്റ് ഓഫ് ദി ഡിസീസ്ഡ് മെമ്പർ. പാസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞാല് മുമ്പുണ്ടായിരുന്ന മെമ്പർ എന്ന് നമ്മള് മലയാളത്തിൽ പറയുമെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ പാസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞാല് എ മെമ്പർ who has withdrawn his share from the cooperative society and within 2 years that cooperative society is going to liquidate as per the order issued by the registrar of cooperative society, that member is called by the term the past member. പണ്ട് ഷെയർ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പാസ്റ്റ് മെമ്പർ എന്ന് പറയില്ല. പാസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞാല് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഷെയർ ഏത് ഡേറ്റിനാണോ ഒരാൾ വിഡ്രോ ചെയ്തിട്ടുള്ളത് ആ ഡേറ്റ് മുതൽ 2 കൊല്ലത്തിനുള്ളിൽ ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഓർഡർ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ 71 അനുസരിച്ച് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മെമ്പർ ഈസ് കോൾഡ് എ പാസ്റ്റ് മെമ്പർ. അപ്പൊ 2 കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യുന്നത് എന്നാണോ അതിന് തൊട്ട് മുമ്പുള്ള 2 വർഷങ്ങൾ വരെ മെമ്പറായിട്ട് തുടർന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരെയാണ് നമ്മൾ പാസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത്. മരിച്ചുപോയിട്ടുള്ള മെമ്പേഴ്സിനെയാണ് ഡിസീസ്ഡ് മെമ്പർ എന്ന് പറയുന്നത്. അപ്പൊ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യാൻ മിക്കവാറും കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ലിക്വിഡേറ്റ് ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സന്ദർഭങ്ങളിലാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഓർഡർ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇഷ്യൂ ചെയ്യുകയും ലിക്വിഡേറ്ററെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ആദ്യം ചെയ്യുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അപ്പോൾ അസറ്റ് എന്ന് പറയുന്നത് റിക്കവറിയും ലയബിലിറ്റീസ് കൊടുത്തു തീർക്കും. ആസ്തികളെ ഏറ്റെടുത്തിട്ട് അതിൽ നിന്ന് ലയബിലിറ്റീസ് കൊടുത്തു തീർക്കും. ഇനി അങ്ങനെ ആസ്തികൾ കുറവും ലയബിലിറ്റീസ് കൂടുതലും ആവുകയാണെങ്കിൽ 2 വർഷം മുമ്പ് വരെ മെമ്പർമാരായിരുന്ന ആളുകളിൽ നിന്ന് എന്ത് കോൺട്രിബ്യൂഷൻ വാങ്ങിക്കണമെന്ന് ഈ പറയുന്ന ലിക്വിഡേറ്റർക്ക് ഡിസൈഡ് ചെയ്യാം. ആൻഡ് ദ പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ ടു കോൺട്രിബ്യൂട്ട് ദ സെയിം. 2 കൊല്ലം മുമ്പ് ഞാൻ പോന്നതാണ്. ഇപ്പൊ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള ബാധ്യതയ്ക്ക് എനിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. 2 കൊല്ലം മുമ്പ് വരെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാധ്യത കൂടുതലാണെങ്കിൽ ആ ബാധ്യത കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര തുക വാങ്ങിക്കണമെന്ന് ലിക്വിഡേറ്റർക്ക് ഡിസൈഡ് ചെയ്യാം. ആ ഡിസൈഡ് ചെയ്യുന്ന തുക കൊടുക്കാനായിട്ട് ബാധ്യതയുള്ള മെമ്പറാണ് പാസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത്. അതേപോലെ ഒരു മെമ്പർ മരിച്ചുപോയ സമയത്ത് അയാളുടെ പേരിൽ സ്വന്തം പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു എങ്കിൽ അയാൾ മരിച്ചിട്ട് 2 വർഷത്തിനുള്ളിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ലിക്വിഡേറ്റർ ഡിസൈഡ് ചെയ്യുന്ന തുക അയാളുടെ സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടിയിൽ നിന്ന്
റിക്കവർ ചെയ്യാനുള്ള റൈറ്റും ലിക്വിഡേറ്റർക്കുണ്ട്. സ്വന്തം പേരിൽ പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സ്വന്തം പേരിൽ പ്രോപ്പർട്ടി ഉണ്ടാവുകയും അയാൾ മരിച്ചു പോയിട്ട് 2 വർഷത്തിനുള്ളിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഓർഡർ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇഷ്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ലിക്വിഡേറ്റർ എന്ത് തുകയാണോ തീരുമാനിക്കുന്നത് ആ തുക മരിച്ചുപോയിട്ടുള്ള ആളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് നിയമപരമായിട്ടുള്ള പ്രതിനിധികൾ അടച്ചിട്ടുണ്ടായിരിക്കണം. അതേപോലെ 2 വർഷം മുമ്പ് വരെ മെമ്പറായിരുന്ന ആളിൽ നിന്ന് ഇത്ര തുക കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാധ്യതയിലേക്ക് കൊടുക്കണമെന്ന് ലിക്വിഡേറ്റർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ആ തുക കൊടുക്കാനായിട്ട് റെസ്പോൺസിബിൾ ആണ്. അതാണ് ലയബിലിറ്റി ഓഫ് ദി പാസ്റ്റ് മെമ്പർ ഓർ എസ്റ്റേറ്റ് ഓഫ് ദ ഡിസീസ്ഡ് മെമ്പർ. 2 കൊല്ലം മുമ്പ് വരെ ഉള്ളവർക്ക് മാത്രമേ ബാധ്യത ഉള്ളൂ. അതിനു മുമ്പുണ്ടായിരുന്ന മെമ്പർമാരെ നമ്മൾ പാസ്റ്റ് മെമ്പർമാരെ എന്ന് പറഞ്ഞാലും അവർക്ക് ഒരു കാരണവശാലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലയബിലിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇനി നെക്സ്റ്റ് റൂൾ 27 നേരത്തെ പറഞ്ഞു തന്നെയാണ് പറയുന്നത്. പ്രൊഹിബിഷൻ ഓഫ് മെമ്പർഷിപ്പ് ഇൻ 2 ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഒരേ സമയത്ത് ഒരാൾക്ക് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു നോൺ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാം. അതല്ലാതെ 2 ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ അല്ലെങ്കിൽ 2ൽ കൂടുതൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഒരാൾക്ക് ഒരു കാരണവശാലും ഒരേ സമയത്ത് മെമ്പർഷിപ്പ് പ്രോസസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഏതെങ്കിലും ഒരാൾക്ക് ഒരേ തരത്തിലുള്ള 2 കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് ഉണ്ട് എന്ന് രേഖകൾ പരിശോധിക്കുന്ന സമയത്ത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാളോട് ഏതെങ്കിലും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് അവസാനിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടാം. ഒരു 15 ദിവസത്തെ സമയം കൊടുക്കാം. ഇനി അങ്ങനെ സമയം കൊടുത്തിട്ടും അയാൾ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ രജിസ്ട്രാർ ക്യാൻ ഡിസൈഡ് ഫ്രം വിച്ച് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹിസ് മെമ്പർഷിപ്പ് ഷുഡ് ബി ടെർമിനേറ്റഡ്. രജിസ്ട്രാർക്ക് ഒരാള് അങ്ങനെ 2 ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഒരേ സമയത്ത് മെമ്പറാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ മെമ്പറോട് ഏതെങ്കിലും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് 15 ദിവസത്തിനുള്ളിൽ ക്യാൻസൽ ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. ഇനി അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് അയാൾ പറഞ്ഞത് പ്രകാരം ചെയ്തിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കമ്മിറ്റിക്കോ അവസാനിപ്പിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എത്ര കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാം. പക്ഷെ അതൊരു കാരണവശാലും ഒരേ ടൈപ്പിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാവരുത്. ഒരു എഡ്യൂക്കേഷൻ സൊസൈറ്റി, ഒരു സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഒരു മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ മെമ്പർഷിപ്പ് എടുക്കാം. പക്ഷെ 2 ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഒരു കാരണവശാലും ഒരു മെമ്പർക്ക് ഒരേ സമയത്ത് മെമ്പർഷിപ്പ് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് റൂൾ 27ലെ പ്രൊവിഷൻ. റൂൾ 28 റെസ്ട്രിക്ഷൻ ഓൺ റൈറ്റ് ടു വോട്ട് അറ്റ് ദി ഇലക്ഷൻ. ഇലക്ഷൻ നടക്കുന്ന സമയത്ത് വോട്ട് ചെയ്യാനായിട്ടുള്ള റെസ്ട്രിക്ഷൻ ആണ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ റെസ്ട്രിക്ഷൻ, if a member is admitted within 60 days from the date of the general body meeting, he cannot exercise his voting power in that particular election held by the cooperative society. ഒരു ജനറൽ ബോഡി മീറ്റിംഗിനുള്ള ഡേറ്റ് ഡിക്ലെയർ ചെയ്ത സമയത്താണ് ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇലക്ഷൻ വരുന്നത് എങ്കിൽ 60 ദിവസത്തിനുള്ളിൽ മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ആൾക്ക് ആ വർഷത്തെ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടോ വോട്ടിംഗ് റൈറ്റ് എക്സസൈസ് ചെയ്യാനായിട്ടോ സാധിക്കില്ല. ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആ സമയത്ത് വരുന്ന ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടോ വോട്ടിംഗ് റൈറ്റ് എക്സസൈസ് ചെയ്യാനായിട്ടോ സാധിക്കില്ല. കാരണം ഞാൻ പറഞ്ഞു 60 ദിവസത്തിനുള്ളിൽ ഒരാളെ മെമ്പറായിട്ട് ചേർക്കുന്നതോ നിലവിലുള്ള മെമ്പർ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതോ വിഡ്രോ ചെയ്യുന്നതോ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് ഇല്ലീഗലാണ്. അപ്പൊ അതിനിടയ്ക്ക് ഏതെങ്കിലും കാരണവശാലും ഒരാളെ മെമ്പറായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അയാൾ മെമ്പർ ആവുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഒരു കാരണവശാലും ആ വർഷം കണ്ടക്ട് ചെയ്യുന്നതായിട്ടുള്ള ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടോ വോട്ടിംഗ് റൈറ്റ് എക്സസൈസ് ചെയ്യാനായിട്ടോ സാധിക്കില്ല. അതാണ് പ്രൊവിഷൻ റിഗാർഡിംഗ് ദി മെമ്പർഷിപ്പ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് സംബന്ധിക്കുന്നതായിട്ടുള്ള സെക്ഷൻസും റൂൾസും ആണ്. ബാക്കി നാളെ. താങ്ക് യു.